ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ടൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാം, ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ കഴിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലും. അത് നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിൽ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ കഷ്ണാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് വേവാനും അതിൽ എന്തെങ്കിലും പുഴൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചാവാനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് കഴുകി വീണ്ടും അതൊന്ന് നമുക്ക് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. എന്നിട്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ചൊന്നൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് കോട്ടിങ്ങിനായിട്ട് ഒരു 3 ടീസ്പൂൺ നിറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇളക്കണ്ട, കാരണം ഇത് കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് അത് കയ്യിലാകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചിടുന്നു ചെയ്യേണ്ട. ആ ഉള്ളിലുള്ള കോളിഫ്ലവർ ഒന്ന് വേവും വേണമല്ലോ. ഓൾറെഡി വെന്തതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്നാവണം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒട്ടി പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ചായയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ കോവക്ക ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കില്ലേ, ചേന ഒക്കെ ഇതേപോലെ തന്നെയാണ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.